എല്ലാവർക്കും നമസ്കാരം. ഷെഫ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ജോഷിയാണ്. പിന്നെ എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഞാനല്ല ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. ജോഷി പ്രൊഫഷണൽ കുക്കാണ്. അപ്പോൾ ജോഷി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഇന്ന് പ്രിപ്പയർ ചെയ്യാണ്. ജോഷിയോട് ചോദിക്കാം, എന്താണ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്? താങ്ക് യു. ഇന്ന് നമ്മളിവിടെ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഒരു ക്ലാസിക് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അത് വേറൊന്നുമല്ല, മലൈ കോഫ്ത. നമുക്ക് പലർക്കും അറിയാവുന്നൊരു ഡിഷായിരിക്കും. പക്ഷേ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഷെഫ്സ് കിച്ചണിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മലൈ കോഫ്തയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മലൈ കോഫ്ത എന്ന് പറയുമ്പോൾ അതൊരു വെജിറ്റേറിയൻ ഡിഷാണ്. അപ്പൊ പല രീതിയിൽ അത് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ? പല രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ കൊഫ്ത എങ്ങനെ പല രീതിയിൽ കൊഫ്ത ചിലർ വെജിറ്റബിൾ ചേർത്ത് ഉണ്ടാക്കും. കൊഫ്ത മലൈ എന്ന് പറയുമ്പോൾ അതൊരു ക്രീമി സോസിനാണ് മലൈ എന്ന് പറയുന്നത്. കൊഫ്ത എന്ന് പറയുമ്പോൾ ആ ബോള്, അതെ, അതിനാണ് കൊഫ്ത എന്ന് പറയുന്നത്. കൊഫ്ത ഏത് രീതിയിൽ വേണേലും ഉണ്ടാക്കാം. വെജിറ്റബിൾ ചേർത്ത് വേണേൽ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് അതിനകത്ത് ആ ഫ്രൂട്ട്സിനകത്തൂടെ സാധാരണ ചേർക്കുന്നത്, നമ്മൾ റെഡ് ചെറിയും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. കുറച്ചൊരു സ്വീറ്റും കുറച്ചൊരു സ്പൈസിനെസ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫ്ലേവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ അതിൻ്റെ രണ്ട് ഘട്ടമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ അതിൻ്റെ കൊഫ്ത ഉണ്ടാക്കണം, ഫ്രൈ ചെയ്യണം. പിന്നെ അതിൻ്റെ സോസ് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കും. പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ രണ്ട് രീതിയിൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞേക്കാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, ഒന്ന് കൊഫ്ത, പിന്നെ ഒന്ന് ഗ്രേവി. കൊഫ്ത ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോ, ബേക്ക് ചെയ്ത് ബോയിൽ ചെയ്ത പൊട്ടറ്റോ ആണ്. ബോയിൽ ചെയ്ത ശേഷമാണ് അത് ഗ്രേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ ഗ്രേറ്റഡ് പനീർ ഉണ്ട്. അപ്പോൾ പനീർ, പൊട്ടറ്റോ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇത് ഒരു മൈൽഡ് ഡിഷാണ്. അപ്പം ഒത്തിരി സ്പൈസി അല്ല. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കൊരു ശകലം, ഞാൻ നമ്മുടെ മുളക് പൊടി, ശകലം മഞ്ഞൾ പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, ഉപ്പ്. അത് ചേർത്തിട്ടാണ് നമ്മൾ അതിന്റെ കൊഫ്ത ഉണ്ടാക്കുന്നത്. പിന്നെ അത് സ്റ്റഫ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈ നട്ട്സ്, അതിനകത്ത് മുമ്പ് പറഞ്ഞ പോലെ റെഡ് ചെറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് ഇപ്പോൾ ഡ്രൈ നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു, റെഡ് ചെറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിന് പകരം വേറെ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഇത് നമുക്ക് വെജിറ്റബിൾ ചോപ്ഡ് ആയ വെജിറ്റബിൾ, മിക്സ്ഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ഈ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മിക്സ് മതി അല്ലേ? മിക്സ് വെജിറ്റബിൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അതിന്റെ ആ വെള്ളം കളഞ്ഞിട്ട് ബോയിൽ ചെയ്ത് അതിന്റെ വെള്ളം നല്ലോണം കളഞ്ഞിട്ട് അത് സോട്ടെ ഒണിയനകത്ത് അല്ലെങ്കിൽ എണ്ണക്കകത്തിട്ട് വഴറ്റി ചെയ്യരുത്. പനീറും ഉണ്ട്, അതും ഫാറ്റാണ്. പിന്നെ ഇത് അപ്പോൾ ഇത് രണ്ടും കൂടെ ബൈൻഡ് ആകാനൊക്കെ പാടുണ്ട്. അതുകൊണ്ട് ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ വെള്ളം നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് ഒരു ചെറിയ തിന്നായിട്ടുള്ള തുണിയിൽ നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. പക്ഷെ നമ്മളിവിടെ നിന്ന് വെജിറ്റബിൾ ചേർക്കുന്നില്ല, അതിന് പകരം നട്ട്സ് ആണ് അതിനകത്ത് ഒരു ആഡ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ റെഡ് ചെറീസ് ആണ്. റെഡ് ചെറീസിന്റെ കാൻഡ് കിട്ടും, ഫ്രഷ് ചെറീസും കിട്ടും. ഏതായാലും ഓക്കെ ആണ് അല്ലേ? ഞാൻ അതിന്റെ ആ സ്വീറ്റ്നെസ് ചെറുതായിട്ട് ഒന്ന് കഴുകി കളഞ്ഞു. ഒത്തിരി ഒരു എന്നാ പറയുന്നത് ഷുഗറി അല്ല. എനിക്കാണ് നാട്ടിൽ കിട്ടുന്ന ചെറീസ് ഒക്കെ, എസ്പെഷ്യലി കാൻഡ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര മധുരമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അതൊന്ന് കഴുകി കളയുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കാണ്. ഫ്രഷ് ആണെങ്കിൽ നല്ലതാണ്. അത് ഡ്രൈ ആയിട്ടുള്ള ചെറീസ് കിട്ടും. ഡ്രൈ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മളത് കൊഫ്തയുടെ കൂട്ടത്തിൽ അതിന്റെ ഒരു ക്രിസ്പിനെസ് കാണും. അപ്പൊ അതാണ് അതിൽ സ്റ്റഫ് ചെയ്യുന്നത്. ഇനി പിന്നെ ഗ്രേവിക്കുള്ള നമ്മൾ അതിന് വേണ്ടി പിന്നെ രണ്ടാമത് വേറെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഗ്രേവിക്ക് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഗ്രേവി ആദ്യമേ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒണിയൻ ഉണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് ശകലം കുറേശ്ശേ ഇടുന്നു, ഫ്ലേവർ ഇടുന്നില്ല. നോർമലി ഇടുന്ന അത്രയും ഇതിലേക്ക് ആവശ്യമില്ല. ഈക്വൽ ക്വാണ്ടിറ്റി ആണ് ഇടുന്നത്. അതോ ഗാർലിക്കിന്റെ ടേസ്റ്റ് കൂടുതൽ കുറവാണ്. പിന്നെ അതിനകത്ത് ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു എരിവിന് വേണ്ടി. രണ്ട് പച്ചമുളക് ജസ്റ്റ് ഞാനൊരു റഫ്ലി കട്ട് ചെയ്ത ഓണിയനും ടൊമാറ്റോ ഇതെല്ലാം കൂടെ ഇട്ട് ഈ പിന്നെ ആദ്യം ഇതിനകത്ത് തന്നെ ആൽമണ്ടും കാഷ്നട്ടും ഇടുന്നു, ഗ്രേവിക്ക് വേണ്ടിയിട്ട്, തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്.
ഇതിട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് അത് ബ്ലെൻഡ് ചെയ്യുകയാണ്. ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെയാണ് അതിന്റെ ആ ഗ്രേവിയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അവസാനം ക്രീം ചേർത്ത് ബട്ടർ ചേർത്ത്. ഇപ്പൊ ക്രീമും ബട്ടറും പിന്നെ അതെ. ഇപ്പൊ ഇതൊരു ശരിക്കും ആ സോസ് ഒരു ക്രീമി സോസാണ്. പിന്നെ ഇതിനകത്ത് വേറെ നമ്മൾ ശരിക്കും നമുക്ക് എല്ലാം അറിയാം, മറ്റേ മേത്തി ലീവ്സ്, അതായത് കസൂരി മേത്തി, ഉലുവയുടെ ഇലയാണ് കസൂരി മേത്തി. അത് നമുക്ക് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ക്രഷ് ചെയ്തിടാം, അല്ലെങ്കിൽ പച്ചയോടും ഇടാം. ഞാനത് സാധാരണ ഇതൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയത്. ഡ്രൈ ലീവ്സ് ആണ് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയത്. കാരണം നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് അങ്ങനെ റബ്ബ് ചെയ്ത് ഇടുക ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല കാര്യം കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരിക്കലും സ്പൈസി അല്ലാതെ മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണല്ലോ. എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ ക്രീമും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടികൾക്ക് വളരെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിഷാണ്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മെനുവിൽ 100% എല്ലാ റെസ്റ്റോറന്റിലും കാണുന്ന ഒന്നാണിത്. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയ ഒന്നാണ് മലൈ കോഫ്ത എന്ന് പറയണത്. എവിടെ ചെന്നാലും ഓർഡർ ചെയ്യും. അപ്പോൾ നമുക്കിനിപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇപ്പം എത്ര പൊട്ടറ്റോ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? 2 പൊട്ടറ്റോയാണ്, ഒരു ഇച്ചിരി വലിയ 2 പൊട്ടറ്റോയാണ്. അപ്പോൾ 2 പൊട്ടറ്റോ ഇതിനകത്തേക്ക് അത് ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുന്നതാണോ പനീർ? പനീർ ഒരു 225 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അത്രയും പനീർ ഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനകത്ത് ഇനി ഇടാനുള്ളത് ശകലം മഞ്ഞൾപ്പൊടി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇട്ടു മഞ്ഞൾപ്പൊടി. പിന്നെ ശകലം ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ ഇത് കാശ്മീരി ചില്ലിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എരിവിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ കുറച്ച് ചില്ലി പൗഡർ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? മിക്സ് ചെയ്യുമ്പോൾ ഇതിനൊരു കുറച്ചുകൂടെ ബൈൻഡ് ആകാൻ വേണ്ടി നമ്മൾ ശകലം മൈദ ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഇത് മിക്സ് ചെയ്ത് ആ ഒരു പരുവം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മൈദ ഇവിടെ ഇടുന്നത്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ശകലം മൈദയും ഒരു ആവശ്യത്തിനുള്ള സോൾട്ട് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് എത്ര മൈദയാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് എങ്ങനത്തെയാണ്? അത് കുറച്ച് തിക്നെസ് ഉള്ള, ഇത് ഒത്തിരി ലൂസ് ആകാൻ പറ്റത്തില്ല. ഒരു ചെറിയ ബൈൻഡാണ്. അത് നമ്മളിത് വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യരുത്. അതെ, എനിക്കാണ് കുറച്ചും കൂടി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ പൊട്ടറ്റോയും മൈദയും കൂടെ ഇട്ട് ബൗൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ പനീർ സ്റ്റഫ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. കൊഫ്ത തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ മൈദ ഇടണം. അപ്പോൾ എത്ര മൈദയാണ്? ഒരു 2 സ്പൂൺ മൈദ ഇടുക. അത് കഴിഞ്ഞ് അത് ബൈൻഡ് ഓക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇട്ടു. ഇപ്പോൾ 1 ടീസ്പൂൺ കൂടി മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദ ഇടാന്ന് പറയുമ്പോൾ മൈദ നമ്മൾ അത് അതിൻ്റെ ആ ഒരു ബൈൻഡ് അത് ഒരു നല്ല ടെക്സ്ചറിന് വേണ്ടിയാണ് ഇടുന്നത്, അല്ലാതെ അതൊരു വേറെ ടേസ്റ്റിനോ അല്ല അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇത് ഏകദേശം മഞ്ഞൾ പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഇനിയിപ്പം മുളക് പൊടി വേണ്ടാത്തവർക്ക് മുളക് പൊടി ഇടണ്ട. അതെ, ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടിയാണ്. ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കാരണം ചീസാണ് അതിനകത്ത്. പനീറിൻ്റെ അകത്ത് അധികം ഉപ്പില്ല, എന്നാലും കുറച്ച് ആവശ്യത്തിന് അത് മതി. അപ്പോൾ അതൊരു ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ബൗള് പരുവത്തിൽ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുക. ആക്കിയെടുത്ത് ഒരു ഇതായി. അപ്പോൾ അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് സ്റ്റഫ് ചെയ്യാന്ന് ചെയ്യുന്നത്. ഇതിന് വേറെ ഡിഫറെന്റ് കോട്ടിങ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഇതേ രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് സ്റ്റഫിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഓൾറെഡി ജോഷി പറഞ്ഞിരുന്നു, ഡ്രൈ ഫ്രൂട്ട്സും ചെറിയാണ് അതിലേക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് കാഷ്യൂ, ഇത് ക്രഷ് ചെയ്ത കാഷ്യൂനട്ടാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതും ആൽമണ്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട്. ആൽമണ്ടും അതുപോലെ ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഇത് ചെറിയാണ്. അപ്പൊ ചെറി ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്വീറ്റ്നെസ് ഒരുപാട് ഉള്ളതുകൊണ്ട് അത് കുറച്ച് കഴുകി കളഞ്ഞു എന്നുള്ളത്. അപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ എത്ര ചെറിയാണ്? ഇത്രയും അത് മതി, അതൊരു 2 പീസ് മതി.
ഇതിപ്പോ വേറെ ഏതെങ്കിലും ഷേപ്പിലാക്കാം. എന്ത് ഷേപ്പിൽ വേണമെങ്കിലും വേറെ ഒരു ഓവലോ അല്ലെങ്കിൽ ബുള്ളറ്റ് എങ്ങനെ വേണേലും ആക്കാം. പക്ഷെ ഇത് നമ്മളിപ്പോ പക്ഷെ ഇത് വറക്കാൻ എളുപ്പം ഇത്തിരി അതെ, നമ്മൾ നോർമലി കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ എളുപ്പമായിരിക്കും. ഒരുപാട് ഓയിൽ വേണ്ടി വരില്ല. ഇത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്? ഡീപ് ഫ്രൈ ആണോ ഷാലോ ഫ്രൈ ആണോ? അത് ഇത് മുങ്ങി കിടക്കണമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് റോൾ ചെയ്ത് തന്നെ ചെയ്യാം. പക്ഷെ ഇതിപ്പോ നമുക്കിത് ഡീപ്പായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷാലോ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെ ഈ ഒരു പരുവത്തില് ഈ ഒരു ഇതില് നമ്മളത് അതിന്റെ ബോൾ ഉണ്ടാക്കി റൗണ്ടിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള ഇതും യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഷേപ്സ് ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്യാണ് ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൊഫ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ മലൈ കൊഫ്തയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊഫ്ത ഉണ്ടാക്കലാണ്. അപ്പോൾ അതിവിടെ നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും ചെറിയാണ്. അപ്പോൾ നമ്മുടെ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാണ് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒത്തിരി ചൂടുള്ള ഓയിലല്ല കേട്ടോ, നമ്മളൊരു മീഡിയം ഓയിലാണ്. കാരണം അല്ലെങ്കിൽ അത് അകത്ത് വേഗത്തില്ല, പെട്ടെന്ന് ഇത് വേഗം. ഇതെല്ലാം വെന്ത സാധനമാണല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് വെള്ളം ഒട്ടുമില്ലാതെ നോക്കണം. കാരണം നമ്മൾ വേറെ കോട്ടിംഗ് ഒന്നും കൊടുക്കാത്ത കാരണം വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ കൊഫ്ത ഇത് ഫ്രൈ ചെയ്യുമ്പം ഇതുപോലെ തന്നെ ഒത്തിരി ഇടരുത് ഇതിനകത്ത്. എല്ലാം കുറേശ്ശെ അല്ലെ പിന്നെ ഇത് കൂട്ടിപ്പിടിക്കും. ഇതിനൊരു ഒത്തിരി ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയാ ഡീപ് ഫ്രൈ ആക്കണോ? ഡീപ് ഫ്രൈ ആകട്ടെ. ഇത് നമുക്ക് ഷാലോ ഫ്രൈ അപ്പോൾ ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ആണ്. ഒന്നുകൂടെ അത് മറിച്ചിട്ടാൽ മതി. അല്ല പിന്നെ നമ്മൾ ബോളായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇതാക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതായിട്ടുണ്ട് ഒരു സൈഡ്, ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടാൽ മതി. മറിച്ചിടുമ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇത് ചെയ്താൽ മതി. ഇതേ കളർ തന്നെ ടോട്ടലായിട്ട് ആവണം, അതായത് ബ്രൗണിഷ് കളർ. അതെ, അതൊന്ന് ഇതെല്ലാം എന്താണല്ലോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്രിസ്പിനെസ് ഔട്ടിങ്ങിൽ വരുത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതൊരു മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? മീഡിയം ഹീറ്റിലാണ്. മുമ്പേ പറഞ്ഞ പോലെ കൊഫ്ത ഏത് രീതിയിലും ഇപ്പം നമ്മൾ മീറ്റും ചെയ്യുന്നവരുണ്ട്, വെജിറ്റേറിയൻ അല്ലാതെ. അതായത് വെജിറ്റബിൾസിന്റെ പകരം മീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ മലൈ കൊഫ്ത എന്ന് പറഞ്ഞാൽ അതൊരു കൊഫ്ത പറഞ്ഞ മട്ടന്റെയും ചിക്കന്റെയും ഒക്കെ മിൻസ് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ കൊറിയൻഡർ ചോപ്പ് ചെയ്തിടാം. ഞാനിപ്പോൾ അത് കൊറിയൻഡർ ചുമ്മാ നമ്മൾ എടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊറിയൻഡർ വേണമെങ്കിൽ ചോപ്പ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിനോട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിന് കൂടുതൽ അതിനനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ മിക്സ്ഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഡ്രൈ ആയിരിക്കണമെന്നേ ഉള്ളൂ, വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ ഇതിന് പകരം മിക്സ്ഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഈ കളർ മതി ഇതിന്റെ ആവശ്യമുള്ളത്. ഒത്തിരി ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ടല്ലേ. നമ്മൾ കട്ട്ലറ്റിന്റെ ഒക്കെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഫ്രൈ ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്ത് മാറ്റാം. നമ്മുടെ കൊഫ്ത ഇവിടെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിസ്പിനെസ് വരുന്ന വരെ ഫ്രൈ ചെയ്തു. അപ്പോൾ ഡീപ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഗ്രേവി ഉണ്ടാക്കുക എന്നുള്ളത്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രേവി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഞാൻ കുറച്ച് ബട്ടറിനകത്താണ് മസാലയൊന്ന് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഓണിയനും ഒക്കെ ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ ആ മസാലയുടെ ആ പച്ചപ്പ് ഒന്ന് മാറി കിട്ടും, ഓണിയൻ ഒന്ന് ഇതായി കിട്ടും. ഓണിയൻ ഇതൊന്ന് നമ്മളിത് തന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ആ ഗ്രേവി നമ്മൾ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടാണ് ഈ ഉണ്ടാക്കി വെച്ച കൊഫ്തയിലേക്ക് ഇടുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു പാനിനകത്ത് ആദ്യം വെച്ച് ബട്ടറാണ് ഇടുന്നത്. കുറച്ച് ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ, കുറച്ചെന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ആണ് ഇടുന്നത്? ഇതിന്റെ ഗ്രേവിക്ക് മാത്രം ഒരു 2 സ്പൂൺ ഇട്ടാൽ മതി. അതെ, ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം. ബട്ടർ ഇട്ടാൽ മതി. ബട്ടറിനകത്ത് ഒരു ശക്കല എണ്ണയും കൂടെ ചേർക്കുവാണെങ്കിലുള്ള ഗുണം ഇത് അങ്ങോട്ട് ശകല എണ്ണ ചേർക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോകത്തില്ല.
അപ്പോൾ കുറച്ച് എണ്ണ ബട്ടറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് എനിക്ക് ആ മസാലകൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും. ചൂടായിക്കൊണ്ടിരിക്കുന്ന ബട്ടറിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നുള്ള മറ്റുള്ള പൊടികളെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും, അതേപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്യും. കാരണം വേഗം ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം ആഡ് ചെയ്യുന്നത്. അപ്പം മുളക് പൊടി ആഡ് ചെയ്തു. ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല ഇട്ടു, ശകലം ഗരം മസാല കൂടുതലിട്ടിട്ടുണ്ട് ഫ്ലേവറിനാണ്. കാരണം നമ്മൾ ഇതിൽ മാത്രമേ ഗരം മസാല ആഡ് ചെയ്യുന്നുള്ളൂ, കൊഫ്തയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്യാണ്. ഇനി ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് അണിയനാണ്. അപ്പോൾ അത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിഞ്ചറും ഗാർലിക്കാണ് നെക്സ്റ്റ് ഇടുന്നത്. ജിഞ്ചർ ഒരു സ്പൂൺ ജിഞ്ചർ ഇട്ടു. ഇപ്പോൾ ജിഞ്ചർ ഇങ്ങനെ ചോപ്പ് ചെയ്തിടണമെന്നില്ല, ഏത് ചുമ്മാ റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും മതി, കാരണം അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമ്മൾ ജിഞ്ചർ ഇട്ടു, ഇവിടെ ശകലം ഗാർലിക്കും ഇട്ടു. ഇത് ഇട്ട് ഒരു ശകലം സോൾട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആയി കിട്ടും. ഒരു അര സ്പൂൺ സോൾട്ട് കൂടി ഇടുക. ഓക്കെ, ഇത് സോസ് ഉണ്ടാക്കാനുള്ളതാണ്, ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇതൊന്നായി കഴിയുമ്പോൾ കുറച്ച് ടൊമാറ്റോയും കാഷ്നട്ടും ബദാമും ഇട്ടിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റോസ്റ്റ് ചെയ്ത ശേഷമാണോ ബ്ലെൻഡ് ചെയ്യുന്നത്? ഇത് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ടൊമാറ്റോ ഇത് ഫുള്ള് ഇടുന്നുണ്ട്. ഫുള്ള് ഇടണ്ട, അതിൻ്റെ ഒരു 1.5 സ്പൂൺ ഇട്ടാൽ മതി. കാരണം ഇതിനൊരു പുളിയുടെ ആവശ്യമില്ല അധികം, നമ്മളൊരു ടൊമാറ്റോൻ്റെ ആ ഒരു കളറിനും. അതെ, അപ്പോൾ ഓണിയനും ടൊമാറ്റോയും ഇട്ടു. ഇനി ഇത് ഒന്നായി വരുമ്പോൾ ബദാമും ഇതും ഇടുക. അപ്പോൾ അതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഗ്രേവി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ഒന്നും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു. അപ്പൊ ഇത് ഓൾറെഡി ഒന്നും കൂടി കുക്ക് ചെയ്യുന്നോണ്ട് ഇത് ഒരുപാട് റോസ്റ്റ് ആവണമെന്ന് ഇല്ലല്ലോ. പക്ഷെ അതിന്റെ പച്ചപ്പ് മാറി കിട്ടണം. പച്ചപ്പ് മാറി കിട്ടണം. ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം അത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളത് വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്. അത് കോഫ്ത ഇട്ടിട്ടാണോ കുക്ക് ചെയ്യുന്നത് അതോ അത് അല്ലാണ്ട് അതിന് മുന്നേ ആണോ കുക്ക് ചെയ്യുന്നത്? ഇല്ല, ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അത് ഒന്നുകൂടെ ഒന്നും പാനിനകത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്രീമൊക്കെ ഒഴിച്ച് ഒന്ന് ഇതാക്കാം. ജസ്റ്റ് ഒന്ന് റിച്ച് ആക്കിയ ശേഷം എല്ലാം റെഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാഷ്നട്ടൊക്കെ ഇടുന്നതുകൊണ്ട് ഇതിനകത്തൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് കാഷ്നട്ടും ആൽമണ്ടാണ്. അപ്പോൾ കാഷ്നട്ട് ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല, അതോ കാഷ്നട്ട് ഇട്ടു. ആൽമണ്ടും അതുപോലെ റോസ്റ്റ് ചെയ്തതല്ല, നോർമൽ ആൽമണ്ട് ആണ്. ആൽമണ്ട് കുറച്ചിട്ടാൽ മതി. ഓക്കെ, കാഷ്നട്ട് ആണ് അപ്പം അതിന്റെ മെയിൻ ആയിട്ടുള്ള ഗ്രേവിയുടെ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു ശകലം വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം. ശകലം വെള്ളം ഒഴിക്കണം, എന്നാലേ ഉള്ള ഒരു ബ്ലെൻഡ് ചെയ്യണ സമയത്ത് ഒഴിച്ചാൽ മതി. മതി. ഇതിപ്പോൾ ഒരുമാതിരി വെന്തിട്ടുണ്ട്, ഇതിൻ്റെ ആ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ശകലം ഇത് കസ്തൂരി മേത്തിയാണ്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉലുവയുടെ എല്ലാ ഡ്രൈ ലീവ്സ് ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നാടൻ ഐറ്റംസ് നമ്മൾ കറി ലീവ്സ് ചേർക്കുന്ന പോലെ തന്നെ കസ്തൂരി മേത്തിയും അതെ നോർത്ത് ഇന്ത്യൻ എല്ലാ ഡിഷിലും അതെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളിതൊന്ന് പേസ്റ്റ് ആക്കണം. സാധാരണ ബ്ലെൻഡറിൽ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്ന ഇത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഈ ഗ്രേവി. അപ്പോൾ അതിൽ എണ്ണ ആഡ് ചെയ്യുന്നുണ്ടോ അതോ പാൻ ചൂടായി ഉടനെ? കാര്യമില്ല, വേണമെങ്കിൽ നമുക്ക് ജീരകം ഒന്ന് പൊട്ടിക്കുന്ന, ആർക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ. ഞാനത് ചെയ്യുന്നില്ല, ഞാനത് ജീരകം ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഗരം മസാലയും പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിനകത്ത്. അതെ, ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതൊന്ന് കുക്ക് ചെയ്യുന്നുള്ളൂ. ചേർത്തിട്ട് അതങ്ങ് ഇട്ടാൽ മതി. അതിന് കളർ ഒരു യെലോയിഷ് കളറാണ്. അതെ അല്ലേ? അതെ അതെ. അപ്പോൾ ബട്ടർ ഇട്ടു. ഇനി ആ ഗ്രേവി ഇതിനകത്തേക്ക് ഒഴിക്കുക. പാൻ ഇവിടെ ചൂടായ ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത മിക്സർ അതിലേക്ക് ഒഴിച്ചിട്ട്, അതെ മിക്സർ ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ആവുന്ന. അപ്പൊ കുറച്ച് അപ്പൊ എപ്പോഴാണ് ഈ കൊഫ്ത ആഡ് ചെയ്യുന്നത്? കൊഫ്ത ഇത് റെഡി ആയി കഴിഞ്ഞ് ഇതിന്റെ ആ സോസ് എല്ലാം അതിന്റെ ആ ടേസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ആഡ് ചെയ്യാനായിട്ട് ഒരു രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. ഇച്ചിരി ക്രീം ചേർക്കാനുണ്ട്. ഓക്കെ, ക്രീം ലാസ്റ്റിലാണോ അതോ ഇപ്പൊ കുക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യും? ഇപ്പൊ തന്നെ കണ്ടോ ഇതിന്റെ
അത് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. അതെ, തിക്ക് ഗ്രേവിയാണ്. നമുക്ക് ഒത്തിരി ലൂസ് ആക്കുകയല്ല ഇതിന്റെ സോസ്. അതെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതെ, അത് ഓരോരുത്തരുടെ അനുസരിച്ച്, അതെ, പേഴ്സണൽ ചോയ്സ് ആണ്. അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്രീം അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കുറച്ചുകൂടെ ഒരു ടെക്സ്ചർ മാറ്റാം. ഓക്കെ, നമ്മളിവിടെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് പിന്നെ ഈ പറയുന്ന കസൂരി മേത്തി. ഓക്കെ, നമ്മൾ ഓൾറെഡി നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിലും വീണ്ടും അതൊന്നും കൂടി കസൂരി മേത്തി ചേർക്കാം. പിന്നെ ക്രീം. എന്ത് ക്രീമാണ്? ഡബിൾ ക്രീം ആണോ അതോ സിംഗിൾ ക്രീമാണ്? നോർമൽ സിംഗിൾ ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി എന്താ പറയുക, കാഷ്യൂ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ടർ ഉണ്ട്. അപ്പോൾ അതെല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു തിക്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡബിൾ ക്രീം ഇല്ലെങ്കിലും ഇതിന് അതിൻ്റെതായ ഒരു തിക്നെസ്സും ഫ്ലേവറും ക്രീമിനെസ്സും എല്ലാം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ അവസാനം ഇതിനകത്ത് കുറച്ച് 1-2 കാര്യങ്ങളോട് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടി. ശകലം കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ശകലം മതി. നമുക്കൊരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി മാത്രം മതി. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഉപ്പാണ് ആവശ്യം? ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിരുന്നു, പൊട്ടറ്റോയിലൊക്കെ ചേർത്തിട്ടുണ്ട്. അത് മതി. അപ്പോൾ ഇത് ഏതാണ്ടൊരു ഏകദേശം അതൊന്ന് എന്താ പറയുക തിളച്ച് കഴിഞ്ഞ് ഒന്ന് കുക്ക്ഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രേവി ഏതാണ്ട് പാകത്തിനായി. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ഞാനിപ്പം ശകലം ഗരം മസാല ആഡ് ചെയ്യുന്നു. ഒരു ശകലം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അല്ലെങ്കിൽ അത് ഒരുപാട് ബ്രാൻഡ് ആയി ഇട്ടിട്ടുണ്ട്. അതെ, മതി. ഗരം മസാല നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടം കുറച്ച് എരിവും കുറച്ച് സ്പൈസിനെസ് ഒക്കെ ഉള്ളതാണ് ഇഷ്ടം. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഡിഷ് ഓൾറെഡി ആൾക്കാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഞാനിപ്പോൾ ഈ ഒരു ശകലം കസൂരി മേത്തി കൂടെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കൊഫ്ത ഇനി ആഡ് ചെയ്യാം. കൊഫ്ത എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഒത്തിരി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിഞ്ഞു പോകും. അപ്പോൾ അതിന് പകരം പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിൽ നമുക്ക് നേരത്തെ വെച്ചിട്ട് ഈ സോസ് മുകളിൽ വെച്ചിട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യാവുന്ന കുറച്ച് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒത്തിരി നേരം ഇട്ട് ഇളക്കണ്ട, ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി ഇതിനകത്ത് പനീറും പൊട്ടറ്റോയും എല്ലാം ഉണ്ട്. അതിൻ്റെ സോസിൻ്റെ ആ ഒരു കിട്ടിയാൽ മതി. അപ്പം അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാൻ ശകലം ബട്ടറോടെ അവസാനം ടച്ചിങ്ങിന് ശകലം ബട്ടറോടെ ഇടുകയാണ്. അതെ, ഒന്നുകൂടെ റിച്ച് ആയിക്കോട്ടെ. ഒന്ന് റിച്ച്നെസ്സിന് വേണ്ടി കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എസെൻഷ്യൽ അല്ല, അതെ, ഒന്ന് റിച്ച്നെസ്സിന് വേണ്ടി ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ് ഒരു എഫക്റ്റ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ട് ഉണ്ടാക്കിയാൽ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് സാരില്ലാന്ന് വെച്ചാൽ പല ഇൻഗ്രീഡിയൻസും പോട്ടെ വയ്ക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ മലൈ കോഫ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വിചാരിച്ചക്കാട്ടിലും വേഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ വിചാരിച്ചു ഒരുപാട് സമയം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ടെന്ന്. വിചാരിച്ച അത്രയും സമയം ഇതിന് എടുക്കുന്നില്ല. കൂടാതെ അത് കുറച്ചുകൂടിയും ഹെൽത്തിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇത് വളരെയധികം നന്നായിട്ടുണ്ട്. ഒന്ന് എടുത്ത് പറയേണ്ട കാര്യം, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് പ്രിപ്പറേഷൻ, അതായത് ആ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോസ്ക്ക് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ കിട്ടണമെന്നില്ല. ഇത് വളരെ നന്നായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജോഷി ഒരു പ്രൊഫഷണൽ കുക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമല്ല. അപ്പം ഞാനിവിടെ തന്നെ പല രീതിയിലുള്ള കൊഫ്താസ് ട്രൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എസ്പെഷ്യലി ബംഗ്ലാദേശിൻ അവരുടെ കൊഫ്തയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി സ്വീറ്റ്നെസ് ആണ്. ഇത് അത്ര സ്വീറ്റ്നെസ് അല്ല, എങ്കിലും ആ സ്റ്റഫിങ്ങിൽ ആ ചെറിയുടെ സ്വീറ്റ്നെസ് മാത്രമേ ഇതിനുള്ളൂ.
പക്ഷെ എന്നാലും രണ്ടും കൂടി ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു ജോഷി. വളരെ നല്ലൊരു ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളോട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നമുക്ക് മലൈ കോഫ്ത നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ റെസിപ്പിയൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. ഷെഫ് കിച്ചൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതിനും നല്ല അടിപൊളി ഡിഷുമായിട്ട് ഞങ്ങളിവിടെ തിരിച്ചെത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.